നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ആദ്യമേ നന്ദി പറയുന്നു. ഞങ്ങളുടെ പവി കെയർടേക്കർ എന്ന ചിത്രം ഈ 26-ാം തീയതി, ഇനി 3 ദിവസം കൂടെ ഉള്ളൂ, തിയേറ്ററിലേക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ബാക്കി തുടർന്ന് സംസാരിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്യാന്നുള്ള രീതിയിലല്ലേ പ്ലാൻ ഉള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. അതിൻ്റെ സംവിധായകൻ വിനീത് കുമാർ, അതിൻ്റെ റൈറ്റർ രാജേഷ് രാഘവൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, നമ്മുടെ സന്തത സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആൻ്റണി. നമ്മൾ ഈ സിനിമയിൽ ഇതൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത്കുമാർ. ഇപ്പൊ ഇലക്ഷനും രാധിക ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ ഒന്നും വരാതിരുന്നത്. ഞാനും രാധിക ചേച്ചിയും ഇതിനു മുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇതിൽ വളരെ ശക്തമായിട്ടുള്ള SI മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് രാധിക ചേച്ചിയാണ്. അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ 5 പുതിയ നായികമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ദിവസം ഏപ്രിൽ 26-ാം തീയതി സിനിമ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. പിന്നെ ഇനി ചോദിക്കാനുള്ളത്, അത് ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയോ? എങ്ങനെയാണല്ലോ കുറച്ച് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞ പോലെ പവി കെയർടേക്കർ ഒരു 100% കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. നമ്മൾ ആ ഒരു ജോണറിൽ തന്നെയാണ് അതിൻ്റെ കഥയുടെ തുടക്കം മുതലേ പ്ലാൻ ചെയ്തതും അതിൻ്റെ എക്സിക്യൂഷനും ഒക്കെ അങ്ങനെയായിരുന്നു. ഒരു 100% ഫാമിലി എൻ്റർടൈനറാണ്. ദിലീപേട്ടൻ എന്ന് പറഞ്ഞാൽ നടനിൽ നിന്ന് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മാനറിസങ്ങളും ഒക്കെയാണ് പവിത്രങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് 26-ാം തീയതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും പറയും. എന്തെങ്കിലും കഥയെ പറ്റിയുള്ള ചോദ്യങ്ങളോ കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയെ പറ്റിയുള്ള ചോദ്യങ്ങളോ ഒക്കെയാണ് മറുപടി പറയാൻ ഞാനിരിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ നല്ല സിനിമയാണ് എനിക്ക് തോന്നുന്നു. കാരണം ഒരു എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രസിക്കുന്ന സിനിമ, സമയം പോകുന്നറിയാതെ തിയേറ്ററിൽ രസിച്ചിറങ്ങി വരാവുന്ന സിനിമ. എന്നാൽ ഇറങ്ങി വരുമ്പോൾ ചെറിയ നൊമ്പരങ്ങളും തമാശകളുടെ ഓർമ്മകളും ഒക്കെ മിച്ചം പിടിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഓടേണ്ട സിനിമയാണ്. ഓടുന്ന സിനിമ ഓടാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ മാക്സിമം ഓടിക്കണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ ഫീൽ ഗുഡ്, മനസ്സിന് വളരെയധികം കുളിർമ കൊടുക്കുന്നൊരു സിനിമയാണ്. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും, പ്രത്യേകിച്ച് ദിലീപേട്ടൻ എന്ന ആക്ടറിന് അദ്ദേഹത്തിന് എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസൊക്കെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ സംഗീതത്തിലും എല്ലാ തരത്തിലുള്ള ജോണറൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കഥയാണ്. സിനിമ വളരെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് ഇപ്പം പ്രൊഡക്റ്റിൽ. അപ്പം അതുപോലെ തന്നെ
പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. 26-ാം തീയതി സിനിമ വരെയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന 2 പുതുമുഖങ്ങൾ വേറെയുണ്ട്. ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് കൊടുക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് CID മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂ ഔട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പം ഇത് ഈ കുടുംബ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്, ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പാട്ടുണ്ട്, തമാശകളും കൊച്ചു സങ്കടങ്ങളും എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പവി കെയർ ടേക്കർ അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് ആവാൻ. അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. 18 വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറിയിട്ടില്ല. അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാളൊരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു ഞാൻ എന്താന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ലാണ്ട് പോയി സമയം. ദിലീപേട്ട കുറച്ചൊക്കെ ദിലീപേട്ടൻ പറഞ്ഞത്, അതായത് മറ്റുള്ളവരെ എപ്പോഴും ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് പറഞ്ഞത്. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരുടെ ലൈഫിലുണ്ടാകുന്ന സങ്കടങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അപ്പോൾ ദിലീപേട്ടൻ്റെ അങ്ങനെ കൂടെ നിൽക്കാൻ അങ്ങനെ ആരുമില്ല, അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ സങ്കടങ്ങൾ ദിലീപേട്ടൻ്റെ കരച്ചിൽ നോക്കാനായിട്ട് കെയർ ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ വിഷമങ്ങളിലോ എല്ലാം എൻ്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് ഒരു സ്ഥലത്തും ഞാൻ പറയില്ല. എൻ്റെ മുഖത്ത് നോക്കിയ ഒരാളും ഈ നിമിഷം വരെ ദൈവാനുഗ്രഹം മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറയുന്നു ആരോ എന്തോ എന്നറിയാത്ത കുറേ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വന്ന് കുറേ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്നുള്ള രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. അപ്പോഴും സ്വയം നശിക്കപ്പെടുകയാണെന്നുള്ളത് എനിക്കങ്ങനെ ഫീൽ ചെയ്യാം. നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻ്റെ മുഖമല്ലേ വരുന്നത്. എഴുതിക്കോട്ടെ, അതിനെന്താ? കാരണം ഒരു PR വർക്കും വേണ്ട. കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാത്ത ഒരു ദിവസം ഉണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്? ഇല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട്, ഇല്ലേ? എത്ര ലക്ഷം രൂപയാണെങ്കിലാവും. കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് അതിന്റെ വഴിക്കാണ് കേട്ടെ. ദിലീപേട്ട 26-ാം തീയതി ഇലക്ഷനുമാണ്, ഈ സിനിമ ഇറങ്ങുവാണ്. രണ്ടിന് ഒരു വളരെ നിർണായകമായ ദിവസമാണ്. അപ്പം ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പവി കെയർ ടേക്കർ വരികയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ പവി കെയർ ടേക്കറെ മറക്കാതിരിക്കുക. നിങ്ങളുടെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ
ഒരു കയ്യൊപ്പ് എന്താ അല്ല അങ്ങനെയല്ല പറയാ ജോണി, ഒരു തലോടൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ അനുഗ്രഹിക്കുക. പവി കെയർടേക്കറിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. അതാണ്